നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ കൂടെ പല അവസരങ്ങളിലും കട്ടയ്ക്ക് നിന്ന ഒരു സുഹൃത്ത്, അയാൾക്ക് ഒരു മോശം അവസ്ഥ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ചെയ്യുക? നമ്മൾ ആ നന്ദി തിരിച്ച് കാണിക്കാനുള്ള ഒരു അവസരമായിട്ട് അതിനെ കൂട്ടും. അല്പമെങ്കിലും മനസ്സാക്ഷിയുള്ളവർ അങ്ങനെയാണ് ചെയ്യുന്നത്. ഏറ്റവും കുറഞ്ഞ പക്ഷം അയാളുടെ മുറിവിൽ മുളക് പുരട്ടാതിരിക്കാനെങ്കിലും നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ നോക്കൂ, സുഡാപ്പികൾ വേറെ ജനസാണ്. അവരിപ്പോൾ പൃഥ്വിരാജിനോട് കാണിക്കുന്നത് എന്താണ് എന്ന് നോക്കൂ. പൃഥ്വിരാജിന് ഒരു മോശം സമയമാണിപ്പോൾ. പക്ഷേ മറ്റ് ചാനലുകളൊക്കെ അതിനെപ്പറ്റി അധികം മിണ്ടാതിരിക്കുമ്പോൾ പൃഥ്വിരാജ് എന്ന ഈ സോഷ്യൽ മീഡിയയുടെ രാജപ്പൻ്റെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മുറിവിലേക്ക് മുളക് പുരട്ടുന്ന പണിയാണ് ഈ പ്രോ സുഡാപ്പി ചാനൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഡൂൾ ന്യൂസുകാർ ചെയ്തിരിക്കുന്നത്. മറ്റേതെങ്കിലും ചാനൽ ഈ കണക്കുകൾ വെച്ച് ഇങ്ങനൊരു വാർത്ത ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഡൂൾ ന്യൂസുകാർ ചെയ്തിരിക്കുന്ന പണി നോക്ക്. കഴിഞ്ഞ 2 ചിത്രങ്ങൾ, അതായത് പൃഥ്വിരാജിൻ്റേതായിട്ട് ഇറങ്ങിയ കഴിഞ്ഞ 2 ചിത്രങ്ങൾ വലിയ പരാജയമായിരുന്നു എന്നും അതിന് എത്ര നിർമ്മാണ ചെലവ് വന്നെന്നും അത് എത്ര തിരിച്ചു കിട്ടിയെന്നും എന്നുള്ള കണക്ക് കൊടുക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, പൃഥ്വിരാജിൻ്റെ സിനിമകൾ ബാക്ക് ടു ബാക്ക് ഫ്ലോപ്പ് ആവുന്നു എന്ന തരത്തിൽ അവർ ക്യാപ്ഷനും കൊടുത്തിരിക്കുന്നു. വലിയ പരാജയമാണ് പൃഥ്വിരാജിൻ്റെ സിനിമകൾ എന്ന് അവർ വാർത്ത കൊടുത്തിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ പക്ഷം മിണ്ടാതിരിക്കുകയെങ്കിലും ചെയ്യേണ്ടവരാണ് അവർ. കാരണം ഒരു മനുഷ്യൻ പോലും ചെയ്യാത്ത രീതിയിൽ അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഒപ്പം നിന്ന ഒരാളാണ് പൃഥ്വിരാജ്. അല്ലെങ്കിൽ ഒന്ന് ഓർത്തു വെക്കുക, CAA അഥവാ പൗരത്വ ഭേദഗതി നിയമം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് വിദ്യാഭ്യാസത്തിൻ്റെയും ഒരുപാട് വിവരത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല. ആ നിയമം എന്താണെന്ന് പബ്ലിക് ഡൊമൈനിൽ കിട്ടും. അതൊന്ന് കയറി നോക്കി വായിച്ചാൽ മാത്രം മതി. ഇവിടെയുള്ള ആരെയും പുറത്താക്കാനുള്ളതല്ല, പകരം ഇങ്ങോട്ടേക്ക് പൗരത്വം കൊടുക്കാനുള്ളതാണ് ആ ബില്ലെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ആരെങ്കിലും അതിനെതിരെ സമരത്തിനിറങ്ങുമോ? അന്ന് സമരത്തിനിറങ്ങിയ കൂട്ടത്തിൽ, ആളുകളുടെ കൂട്ടത്തിൽ പൃഥ്വിരാജും ഉണ്ടായിരുന്നു. പൃഥ്വിരാജ് തെരുവിലിറങ്ങി എന്നല്ല പറയുന്നത്, പക്ഷേ അതിന് അനുകൂലമായ രീതിയിൽ അയാൾ പോസ്റ്റ് ഇടുകയും മറ്റും ചെയ്തു. പിന്നീട് ഒരു ആവശ്യവുമില്ലാതെ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വന്നു. അതുകൂടാതെ ഒരല്പമെങ്കിലും ബുദ്ധിയുള്ള ഒരു മനുഷ്യനും ചെയ്യാത്തൊരു കാര്യം കൂടി അയാൾ ചെയ്തു. ഹലാൽ ഫ്ലാറ്റിന് അയാൾ പരസ്യ മോഡലായി. ഒന്ന് ആലോചിച്ച് നോക്ക്, ഹലാൽ ഫ്ലാറ്റിൽ ഹലാൽ, അതിനയാൾ പരസ്യ മോഡലായി. അതിനു മുമ്പേ തന്നെ ഈ മലപ്പുറത്ത് പണ്ട് നടന്ന, ഏറനാട് ഭാഗത്തുമൊക്കെ പണ്ട് നടന്ന 1921 കലാപമുണ്ടല്ലോ, അതിലെ പ്രധാന വില്ലൻ ഈ വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജി എന്ന അയാളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അയാളെ നായകനാക്കി അയാളെ വെളുപ്പിക്കാൻ വേണ്ടി ഒരു സിനിമ അയാളുടെ നേതൃത്വത്തിൽ അനൗൺസ് ചെയ്തു. അത് പിന്നീട് വലിയ വിവാദമായി. അയാൾക്ക് ആ സിനിമയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി ഒരു കൂട്ടർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് പൃഥ്വിരാജ്. ആ പൃഥ്വിരാജിന് ഇപ്പോൾ വളരെ മോശം സമയമാണ്. പൃഥ്വിരാജിൻ്റെ സിനിമകൾ മലബാർ ഏരിയയിൽ പോലും കാണാൻ ആളില്ല. ശരിക്കും അവർക്ക്, അത്തരം ആളുകൾക്ക് ഈ സിനിമ ഹറാമാണ് എങ്കിൽ കൂടിയും തങ്ങൾക്ക് വേണ്ടി കൂടെ നിന്ന ഒരാൾക്കൊരു മോശം സമയം വരുമ്പോൾ ഒരു എന്താ പറയുക, 100-200 രൂപ നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും ആ സിനിമ കണ്ട് അയാൾക്കൊരു കൈത്താങ്ങാൻ വേണ്ട ആളുകളാണ് അവർ. പക്ഷേ മലബാർ ഏരിയയിൽ പോലും പൃഥ്വിരാജിൻ്റെ സിനിമകൾ ഇപ്പോൾ ഓടുന്നില്ല. സംഘികളാണെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ റിലീസായിട്ടുണ്ടോ എന്ന തരത്തിൽ യാതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി പോലും കൊടുക്കാതെ ഇതിനെ പൂർണ്ണമായിട്ട് അവഗണിക്കുകയാണ്. അങ്ങനെ വളരെ മോശം അവസ്ഥയിലൂടെയാണ് പൃഥ്വിരാജ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മറ്റു ചാനലുകൾ അതിനെപ്പറ്റി മിണ്ടാതിരിക്കുമ്പോൾ ഡൂൾ ന്യൂസ് പോലുള്ളവർ അതിൻ്റെ കണക്കുകളായിട്ട് വന്നിട്ട് പൃഥ്വിരാജിനെ വേദനിപ്പിക്കുന്ന കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കോളൂ, ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അടുപ്പൂട്ടി ചർച്ചക്കാരുണ്ടല്ലോ, ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞ മീഡിയ വണ്ണിൻ്റെ ഒരു പരിപാടിയുണ്ട്. അതിലും ഈ പൃഥ്വിരാജിൻ്റെ സിനിമകളുടെ പരാജയം അവർ ചർച്ചയാക്കും. ഒരു പക്ഷേ അതിനകത്ത് അവർ പഴിയാരാൻ പോകുന്നത് സംഖ്യകളായിരിക്കും. സംഖ്യകളുടെ വിദ്വേഷം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കും. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പൃഥ്വിരാജ് കഴിഞ്ഞ പടങ്ങളിലെല്ലാം വളരെ പരാജയമാണ്. അതും OTT പോലും എടുക്കുന്നില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആസിഫ് അലിയുടെ സിനിമകൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യുവ നടന്മാരുടെ സിനിമകൾക്കോ ഒന്നും ഈ പ്രശ്നമില്ല. എന്തിന് വളരെ സീനിയറായിട്ടുള്ള നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ പോലും നായകനായിട്ട് വരുന്ന സിനിമകൾ ഇവിടെ വിജയിക്കുന്നു. മാത്രമല്ല അതൊക്കെ OTTയിൽ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ പൃഥ്വിരാജിൻ്റെ സിനിമ OTTക്ക് പോലും വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ അത്ര വലിയ നഷ്ടത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഒരു സോപ്പ് നിർമ്മാതാവുണ്ട്, വളരെ പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ്, AV അനൂപ് എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹമാണ് വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ സിനിമ നിർമ്മിച്ചത്. അയാൾ ഇരുന്ന് വളരെ വിഷമിച്ച് മറ്റൊരു ചാനലിരുന്ന് പറയുന്നത് കേട്ടു, OTTക്ക് പോലും ആ സിനിമ പോയില്ല, തിയേറ്ററിൽ വൻ പരാജയമായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയ ഐ നോബഡി എന്ന് പറഞ്ഞ സിനിമ. അതിൻ്റെ പേര് തന്നെ ഞാൻ ആരുമല്ല എന്ന ഒരു തരത്തിലുള്ള രീതിയിൽ വരുന്ന ഒരു പേരായിരുന്നു അത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തിയേറ്ററിൽ ആരുമില്ല എന്ന തരത്തിൽ അത് മാറ്റി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഈ 2 സിനിമകൾ, ഈ പുറകെ ആയിട്ട് വന്ന 2 സിനിമകൾ വലിയ രീതിയിൽ തിയേറ്ററിൽ നഷ്ടം വരുത്തിയിരിക്കുകയാണ്. അതിൽ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ സിനിമ OTT പോലും ഇതുവരെയും വിറ്റ് പോയിട്ടില്ല. ഇനി വിറ്റ് പോയിട്ടും കാര്യമുണ്ടെന്ന് തോന്നില്ല. അടുത്ത സിനിമയും അങ്ങനെ തന്നെയാണ് പരാജയപ്പെട്ടത്. ഇത് രണ്ടും ഈ മുടക്കുമുതൽ, അതായത് ഈ സിനിമ പിടിക്കാൻ വേണ്ടി ചെലവഴിച്ച കോടികൾ, ആദ്യത്തേന് 30 കോടിയാണെന്ന് പറയുന്നു, തിരിച്ചു കിട്ടിയത് 9 കോടി പോലും തിരിച്ചു കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ആ നിർമ്മാതാവിൻ്റെ നഷ്ടം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അടുത്ത സിനിമയ്ക്കും
വലിയ മുടക്കുമുതൽ വേണ്ടതാണ്, അതിൻ്റെ പകുതി പോലും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നഷ്ടം അതിലും കൂടുതലായിരിക്കും. പക്ഷേ ഈ കണക്കുകളെങ്കിലും മിണ്ടാതിരുന്നുകൂടെ? ഈ കണക്കുകൾ കൂടി പുറത്തേക്ക് പബ്ലിഷ് ചെയ്തിട്ടു അയാളുടെ ആരാധകരെയും, ആകെ കുറച്ച് ആരാധകരോ മറ്റോ ഉണ്ട്, അയാളെ തന്നെയും അയാളുടെ കൂടെയുള്ളവരെ തന്നെയും വേദനിപ്പിക്കാൻ വേണ്ടി, വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡൂൺ ന്യൂസ് ചെയ്തിരിക്കുന്ന പണിയാണ്. ഇതേതെങ്കിലും പ്രോ സംഘീയ ചാനലൊക്കെയാണ് ചെയ്തതെങ്കിൽ അവർ ഈ അവസരം നോക്കി ഇയാളുടെ മുറിവിൽ കുത്തുന്നതാണ് എന്ന് പറയാമായിരുന്നു. പക്ഷേ ഡൂൺ ന്യൂസുകാരോ അല്ലെങ്കിൽ ഈ മീഡിയ വണ്ണുകാരോ ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഒരു സമയത്ത് വരും വരായിക നോക്കാതെ നിങ്ങളുടെ കൂടെ നിന്നൊരു വ്യക്തിയാണ് എന്ന് ഓർക്കണം. ഭാവിയിൽ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാവും എന്ന തോന്നലുണ്ടെങ്കിൽ പോലും ഇത്തരം പരിപാടിക്കാരും നിൽക്കുന്നതല്ല. എന്നിട്ടും നിങ്ങളുടെയൊക്കെ കൂടെ പല കാര്യത്തിനും ഒപ്പം നിന്ന ഒരാൾക്ക് ഒരു മോശം സമയം വന്നപ്പോൾ അയാളുടെ മുറിവിൽ ഇതുപോലെ ഉപ്പ് തേക്കുന്നത് അത്ര ശരിയല്ല എന്ന് മാത്രമേ സുഡാപ്പികളോട് പറയാനുള്ളൂ. എല്ലാവർക്കും ഇതൊരു പാഠമാവണം. കാരണം ഇവരുടെ കൂടെ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഒപ്പം നിന്നാൽ ഒരു സമയം കഴിയുമ്പോൾ അവരുടെ ആവശ്യം കഴിഞ്ഞു എന്ന് അവർക്ക് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങളെ വെറും കറിവേപ്പില പോലെ അവരെടുത്ത് കളയും എന്നത് ഈ രായപ്പൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട പാഠം തന്നെയാണ്.